മല്ലുമച്ചമാരെ നമ്മൾ UK ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എങ്ങനെ എത്തുക എന്നുള്ള പാർട്ട് 3 ആണ് കേട്ടോ. നമ്മൾ ഓൾറെഡി ഡീൽ സോഴ്സിങ്ങിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ നെക്സ്റ്റ് ഈ ഒരു പ്രോപ്പർട്ടി ഫീൽഡിൽ തന്നെ ഒരു ഇനീഷ്യൽ സ്ട്രാറ്റജിയാണ് റെന്റ് ടു റെന്റ് എന്നുള്ളത്. അത് സാധാരണ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ലാൻഡ് ലോഡിൻ്റെ നമ്മൾ പ്രോപ്പർട്ടി കോർപ്പറേറ്റ് ലെറ്റ് എഗ്രിമെൻറ്റിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ എടുത്തിട്ട് നമ്മളത് Airbnb, Booking.com ഇങ്ങനെയുള്ള ഷോർട്ട് ടൈം അക്കോമഡേഷനിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ലിസ്റ്റ് ചെയ്യും. ഇതിൻ്റെ ഒരു ഡിഫറൻസ് നമ്മൾ അതിൻ്റെ ക്ലീനിങ് ഫീസ്, അതേപോലെ തന്നെ മെയിൻ്റനൻസ് ഫീസ്, ഈ ഫീസും കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്തിട്ട് ഇതിൻ്റെ റെൻറ്റ് നമ്മൾ കൊടുത്തിട്ട് ആ ഒരു ഡിഫറൻസ് നമുക്ക് കിട്ടുന്നതാണ് നമ്മളൊരു പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ UK നമ്മളൊരു ആവറേജ് പ്രോഫിറ്റ് ഈ റെന്റ് ഡീലിൽ നിന്നൊക്കെ കിട്ടുന്നത് ഒരു 800 to 1000 pounds ഒക്കെയാണ്. നമ്മൾ അങ്ങനത്തെ ഒരു 2 പ്രോപ്പർട്ടി ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്താണ്, നമ്മളിവിടെ ഉള്ള ഒരു ആവറേജ് സാലറി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കവർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ ഒരു 5000 മുതൽ ഒരു 10,000 pounds വരെയൊക്കെ, ചിലപ്പോൾ അതിൽ കൂടുതൽ പോവാം. പക്ഷേ അത് ഡിപ്പെൻഡ് അപ്പോൾ അത് പ്രോഫിറ്റബിലിറ്റി അതിനനുസരിച്ച് കൂടും. അപ്പോൾ അത്രയ്ക്കാണ് നമുക്കൊരു ആവറേജ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡിൽ അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോപ്പർട്ടി സീരീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ചാനലൊന്ന് ഫോളോ ചെയ്യാം കേട്ടോ. സീ യു ഓൺ ദി നെക്സ്റ്റ്.